നമസ്തേ. സ്വന്തമായി കിടപ്പാടമെന്ന സ്വപ്നത്തിന് സേവാഭാരതിയിലൂടെ സാക്ഷാത്കാരം നേടിയതിന്റെ സന്തോഷത്തിലാണ് സംസ്ഥാനത്തെ 30 കുടുംബങ്ങൾ. ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതിയുടെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ ഇത്രയും പേർക്ക് ഭൂമി ലഭിച്ചത്. സേവാഭാരതിക്ക് ദാനമായി പലർ നൽകിയ 4 ഏക്കറോളം സ്ഥലമാണ് അർഹരായവരുടെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വന്തമായി കിടപ്പാടമെന്ന തങ്ങളുടെ വർഷങ്ങളായുള്ള സ്വപ്നം പൂവണിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഭൂമി ലഭിച്ച ഓരോരുത്തരും. അവരുടെ വാക്കുകളിലേക്ക്. എൻ്റെ പേര് വിലാസിനി അമ്മ. എൻ്റെ മോളാണ്. മോളെ ഭർത്താവ് മരിച്ചു. അവർക്ക് വീടില്ലായിരുന്നു. സേവാഭാരതിയുടെ അനുഗ്രഹം കൂടെ അവർക്ക് സ്ഥലം കിട്ടി. ഈ ഒരു വീടും കൂടെ വേണം. സന്തോഷം. ഇതുപോലെ ചെയ്യാൻ മറ്റൊരു സംഘടനയും ഇല്ല. നമ്മൾ കാണുന്നതിൽ ഏറ്റവും നല്ല സംഘടനയാണെന്ന് തോന്നുന്നു. അവരുടെ മനസ്സ് ഭൂമിയില്ലാത്ത നമുക്ക് ഭൂമി തരുന്നു. നമ്മളത് കൈനീട്ട് സ്വീകരിക്കുന്നു. പള്ളിക്കത്തോട് പേര് സുജിത്ത്. ഒരുപാട് സന്തോഷം. നമ്മുടെ ഒരു ആയുസ്സും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് സേവാഭാരതി ഇപ്പോൾ ചെയ്തു തന്നിരിക്കുന്നത്. ഒന്നും പറയാനില്ല. ഒരുപാട് സന്തോഷം. സേവാഭാരതി ഇനിയും മുന്നോട്ട് ഇഷ്ടം പോലെ ആൾക്കാരെ സഹായിക്കട്ടെ. നല്ലത് മാത്രം വരട്ടെ. ദീർഘായുസ് കൊടുക്കട്ടെ. മോദിയാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി. അതെ അത് തന്നെ പറയാനുള്ളൂ. പ്രളയം വന്ന് വീടൊക്കെ പോയി വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. ഇപ്പം സേവാഭാരതി നല്ല മനസ്സ് കാണിച്ചു. സ്ഥലം തന്നവർക്കും വളരെയധികം നന്ദി. നല്ല ഇതാണ്, നല്ല ഇടപെടൽ. നമ്മൾ എന്ത് പറഞ്ഞാലും ഓടി വരികയും നമ്മുടെ കാര്യങ്ങൾ ഇടപെടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. സന്തോഷം കൊണ്ട് കണ്ടെന്നറിയുന്നു. നമ്മൾ പഞ്ചിക്കാട് പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. ഇപ്പം സേവാഭാരതിയുടെ ഇതിൽ ഞങ്ങൾക്ക് ഭവനമില്ലായിരുന്നു. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. അതിന് സേവാഭാരതിയോടും അതിനു വേണ്ടി ശ്രമിച്ച എല്ലാവരോടും, കൃഷ്ണമൂർത്തി സാറിൻ്റെ സ്ഥലമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എല്ലാവരോടും ഒരുപാട് നന്ദി. എൻ്റെ മക്കളുടെയും പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടാകും. കാഞ്ഞിരപ്പള്ളി മണിമല റൂട്ടിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ വീട് വെള്ളം കയറുന്നതായിരുന്നു. ഒത്തിരിയും ദുരിതങ്ങൾ ഞങ്ങൾ അനുഭവിച്ചതായിരുന്നു. ദൈവമായിട്ട് ഞങ്ങൾക്ക് കൊണ്ടു തന്നൊരു ഇതാണ്. സേവാഭാരതിയുടെ ഈ പ്രവൃത്തിയെ പറ്റി എന്താ പറയാനുള്ളത്? നല്ലതേ പറയാൻ പറ്റത്തുള്ളൂ. അവരെല്ലാം ചെയ്തത് നല്ലതേ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെല്ലാം. ഞാൻ ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി പെരുന്നയിലാണ് താമസിക്കുന്നത്. വളരെ വളരെ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇതിൽ കിട്ടിയതിൽ. എനിക്കറിയില്ല, പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സന്തോഷമാണ് കിട്ടിയത്. എത്രയാണെങ്കിലും ഈ ഭൂമി ദാനം ചെയ്യുന്നവർക്ക് അതിൻ്റെ വളരെ പുണ്യം ലഭിക്കും. ഞങ്ങൾ പള്ളിക്കത്തോട് പഞ്ചായത്തിൽ നിന്നാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അത് അനുവദിച്ചു തന്ന സാറിനും മാഡത്തിനും അതേപോലെ തന്നെ സേവാഭാരതിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് കടപ്പാട് ഞങ്ങൾ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഞങ്ങൾ പള്ളിക്കത്തോട് ഇത് വേറൊന്നും പറയാനില്ല. നല്ല ഇത് ഭയങ്കര ഉപകാരം ഇപ്പോൾ ഇങ്ങനെ കിട്ടിയത്. സേവാഭാരതിയുടെ പ്രവൃത്തിയെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല പ്രവൃത്തിയാണ്. ഞങ്ങൾ ചാന്താനിക്കാട് നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് പുതുപ്പള്ളിയിലാണ്, അവിടെയാണ് സ്ഥലം കിട്ടിയത്. ഒരുപാട് സന്തോഷം. ഒന്നും പ്രതീക്ഷയല്ല ഇങ്ങനെ കിട്ടുമെന്നൊന്നും. പെട്ടെന്ന് ഇങ്ങനെ കിട്ടി തന്നവരോട് ഒരുപാട് നന്ദി. എന്താ ഈ സേവാഭാരതിയുടെ പ്രവർത്തനത്തെ പറ്റി? നല്ല പ്രവൃത്തിയാണ്. ചേട്ടൻ അതിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും പോകുന്ന ആളാണ്. അപ്പം കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് വളരെ സന്തോഷം, ഒത്തിരി സന്തോഷം. ചെറുപള്ളിയിൽ നിന്ന് വരുന്നത്. ഞങ്ങൾക്ക് 6-7 വർഷമായിട്ട് വീടൊന്നും ഇല്ലാതെ കിടക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ സേവാഭാരതി എന്ന ഈ ഉപകാരത്തിന് ഒരുപാട് നന്ദി. ഞങ്ങളുടെ വാർഡ് മെമ്പറിനും ഒക്കെ ഒരുപാട് നന്ദി. എല്ലാ പ്രവർത്തകർക്കും ഒത്തിരി നന്ദി. ഞങ്ങൾ ചെറുമല ഉണ്ടാക്കിയ പഞ്ചായത്തിലാണ്. എന്താ തോന്നുന്നത് ഇപ്പം എന്നാ വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഹാപ്പിയാണ്. കാരണം നമുക്ക് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ പാർട്ടിക്കാരും സമുദായക്കാരും തന്നില്ല. സേവാഭാരതിയെ സംബന്ധിച്ചോളം നമുക്കൊരു പെര തരാൻ ഒരു മനസ്സ് കാണിച്ചത് വളരെ നല്ലൊരു അഭിപ്രായമാണ്. അവരുടെ ഈ പ്രവൃത്തിയെ എന്താ പറയാൻ? തീർച്ചയായിട്ടും നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. നമുക്കതിനകത്ത് വേറെ ഒന്നും ഉദ്ദേശം പറയാനില്ല. കാരണം എല്ലാ കാര്യങ്ങളും അവർ ഓടി നടന്ന എല്ലാ കാര്യത്തിലും മുൻകൈ എടുത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ ഉരുള് പൊട്ടിയപ്പോഴാണെങ്കിൽ തന്നെയും അവിടെ വന്ന് എല്ലാ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് നമ്മളെ വേണ്ട സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി സഹോദരനാണ്. അതുകൊണ്ട് അവരുമായിട്ട് ലയിച്ച് നമ്മൾ നിച്ചങ്ങ് പോകുന്നു. ഞങ്ങൾ പള്ളിക്കത്തോട് പിന്നെ കിട്ടിയത് വളരെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾക്ക് ഭൂമി തന്ന അവർക്കും ഞങ്ങളുടെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അവർക്കും കിട്ടട്ടെ. ഞങ്ങൾ പെരുന്നയിലാണ് വരുന്നത്. ഞങ്ങൾക്ക് പുതുപ്പള്ളിയിലാണ് കിട്ടിയിരിക്കുന്നത്. സർവോപരി ദേവജീശ്വരനോട് നന്ദി പറയുന്നു. ഇത്രമാത്രം. അസുഖമായിട്ടിരിക്കുന്ന ആളാണ്. ഹാർട്ടിനും അതുപോലെ തന്നെ ജോലിയെടുക്കാൻ മേല. 8-9 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇത് കിട്ടിയതിൽ വലിയ സന്തോഷമാണ്. സ്ഥലം പത്തനാട്.
എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്, പറയാൻ നന്ദിയുണ്ട്. ഇത് നമുക്ക് ഫലാനുഭവിച്ചത് നന്ദിയുണ്ട്, എല്ലാവരോടും നന്ദിയുണ്ട്. ഞങ്ങൾ കോത്തലയിൽ നിന്നാണ് വരുന്നത്. പള്ളിക്കത്തോട്ടിൽ നിന്നാണ് വരുന്നത്. പള്ളിക്കത്തോട് സേവാഭാരതിയുടെ ഇതിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വളരെ സന്തോഷമുണ്ട്. എന്താ പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനൊന്ന് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. എല്ലാവരും പതി കൂടെ ഒന്നും പറയാനില്ല. സന്തോഷം കൊണ്ട് എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങൾ എളങ്കാട് ടോപ്പിലാണ്, കുടിയ പഞ്ചായത്തിലാണ്. എൻ്റെ വീട് ഒലിച്ച് ഉരുള് വന്ന് പുറയിലെല്ലാം വന്ന് വീട് സേവാഭാരതിക്കാരാണ് വന്നെല്ലാം സഹായിച്ച് എല്ലാവരും മാറ്റിയത്. അങ്ങനെ അവരെല്ലാം വന്ന് കണ്ടു. അങ്ങനെയാണ് എനിക്കൊരു വീട് കിട്ടിയത്. ഞങ്ങളുടെ ആ ഭാഗത്തു നിന്നൊക്കെ ഭയങ്കര ഉരുള് വന്ന് ഞങ്ങളുടെ ആ ഭാഗത്തു നിന്നാണ് അങ്ങനെ വന്ന തടിയും മണ്ണും ഇതെല്ലാം എന്നൊക്കെ വന്നു. അതെല്ലാം വലിയ ആന പിടിച്ച പൊങ്ങില്ലാത്ത തടികളൊക്കെ ഒഴുകി വന്ന് അങ്ങനെയാണ് അവിടെ 1-2 പേരൊക്കെ മരിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ സേവാഭാരതിയോട് ഞങ്ങൾക്ക് വളരെ എന്ന് പറഞ്ഞാൽ കടപ്പെട്ടതാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ കോൺഗ്രസ്സുകാരുടെ കൂടെ നിന്ന് LDF പോയിട്ടില്ല, അവരുടെ കൂടെ ഒരിക്കലും പോയില്ല. LDF കൂടെ ഒരിക്കലും പോയില്ല. ഇത്രയും ഒരു ഭരണം എന്ന് പറഞ്ഞാൽ നെറുകെട്ട ഒരു ഭരണമാണ് ഒരു ഭരണം. പക്ഷേ കോൺഗ്രസ്സുകാരുടെ പുറകെയായിരുന്നു ഞാൻ, വല നൂയി നടന്നായിരുന്നു. ഒന്നും കിട്ടിയിട്ടില്ല, ഒരു മെയിൻ്റനൻസിന് പോലും തരാനായിട്ട് തന്നിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വന്നത്. അങ്ങനെ എനിക്കൊരു വീട് കിട്ടി. അവർക്ക് ഒത്തിരി നല്ലതും ഈ സ്ഥലം കൊടുത്തവർക്കും, സ്ഥലം തന്ന് ഞങ്ങളെ സഹായിച്ചില്ലേ, അവർക്കും ഒത്തിരി ദീർഘായുസ് കൊടുക്കട്ടെ. ഇനി അവർ നല്ലൊരു മനസ്സുണ്ടാവട്ടെ.